ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ലാസ്റ്റ് രണ്ട് വീഡിയോയിലായിട്ട് എന്താണ് SEO എന്നും എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കീവേഡ്സ്, SEOയിൽ എന്തിനാണ് നമ്മൾ കീവേഡ്സിനെ പറ്റി പഠിക്കേണ്ട ആവശ്യം എന്താണ്, എത്ര തരം കീവേഡ്സ് ഉണ്ട്, അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കീവേഡ് എന്താണെന്ന് നോക്കാം. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ ആകാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു വേർഡ്. ഇപ്പം നമ്മളൊക്കെ ഗൂഗിളിൽ വന്നിട്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പം ഒരു ഒരു IELTS ട്രെയിനിങ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് വെച്ചു, പ്രത്യേകിച്ച് കൊച്ചിയിലാണ് നോക്കുന്നതെങ്കിൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് IELTS ട്രെയിനിങ് ആയിരിക്കാം. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം, ഇൻ കൊച്ചി, ഇതൊരു കീവേഡാണ്. ഓക്കെ. ഇനി ഞാനിപ്പം സപ്പോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത് വെച്ചു, അപ്പം ഞാൻ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി, ഇതാണ് ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ്. ഓക്കെ. ഇനി എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എന്താണെന്ന് അറിയണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ടൈപ്പ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഓരോ വേർഡിനെയോ ഫ്രേസിനെയോ നമുക്ക് എന്ത് പറയാം? കീവേഡ് എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് എത്ര തരം കീവേഡ്സുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം ഞാൻ കീവേഡ്സിനെ ലെങ്ത്തിന്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തത്. ലെങ്ത്തിന്റെ ബേസിൽ എനിക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഷോർട്ട് ടെയിൽ കീവേഡ്. ഷോർട്ട് ടെയിൽ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വേർഡുകൾ വരുന്ന ഫ്രേസസ് വരുന്ന കീവേഡുകളെയാണ് ഷോർട്ട് ടെയിൽ കീവേഡ്സ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത് രണ്ട് വേർഡാണ്, ഇതൊരു ഷോർട്ട് ടെയിൽ കീവേഡാണ്. ഓക്കെ. ഇനി ഈ കീവേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ വെച്ചാൽ ഇതിന്റെ വോളിയം വളരെയധികം കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താണ്, നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നോക്കുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെയാണ് നോക്കുന്നത് എന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം കീവേഡ്സുകളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് റാങ്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മിഡ് ടെയിൽ കീവേഡാണ്. മിഡ് ടെയിൽ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വേർഡ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പൊ ഡിജിറ്റൽ ഇത് രണ്ട് വേർഡായി. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, 3 വേർഡ്. ഇതിനെ നമുക്ക് എന്താ പറയാം? മിഡ് ടെയിൽ കീവേഡ്. 2 or 3 വേർഡ്സ് ആണെങ്കിൽ നമുക്ക് മിഡ് ടെയിൽ കീവേഡ്. ഇതിന് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കീവേഡ് ആണ് ലോങ് ടെയിൽ കീവേഡ്. ലോങ് ടെയിൽ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിൽ കൂടുതൽ വേർഡ്സ് വരുന്നതിനൊക്കെ നമുക്ക് ലോങ് ടെയിൽ കീവേഡ്സ് എന്ന് പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. ഓക്കെ. മൂന്നിൽ കൂടുതൽ വേർഡ്സ് പോകുന്നു. ഇതൊരു ലോങ് ടെയിൽ കീവേഡാണ്. ഓക്കെ. അപ്പോൾ ഈ ലോങ് ടെയിൽ കീവേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിരിക്കും. അതായത് നമ്മൾക്ക് എന്താണ് നമ്മൾ നോക്കുന്നത് അത് കൃത്യമായിട്ട് ഈ പറയുന്ന ബോട്ടുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ലോങ് ടെയിൽ കീവേഡ്സുകൾ യൂസ് ചെയ്താൽ. അതുപോലെ തന്നെ അതിന്റെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. പിന്നെ സെർച്ച് വോളിയം കുറച്ച് കുറവായിരിക്കും. പിന്നെ നമുക്ക് ഹൈലി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാക്ട് റിസൾട്ട് എന്താ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. കൺവേർഷൻ റേറ്റ് കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സാക്ട് കീവേഡായി സെർച്ച് ചെയ്ത് വരുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ് എടുക്കാനും കൺവേർഷൻ ചെയ്യാനും കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൺവേർഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ. ഇനി ഇത് ലെങ്ത്തിന്റെ ബേസിലാണ് ഞാൻ മൂന്നായി ഡിവൈഡ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെർച്ച് ഇന്റന്റിന്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തത്. സെർച്ച് ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ കീവേഡ് സെർച്ച് ചെയ്യുന്ന ഒരാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് നമുക്ക് കീവേഡ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 4 തരത്തിലുള്ള കീവേഡുകളുണ്ട്. ഒന്ന് ഇൻഫോർമേഷണൽ, കൊമേഴ്ഷ്യൽ, നാവിഗേഷൻ, ട്രാൻസാക്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഇൻഫോർമേഷണൽ കീവേഡ്. ഇൻഫോർമേഷൻ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനോ യൂസ് ചെയ്യുന്ന കീവേഡുകളൊക്കെ എന്ത് ചെയ്യാം? ഇൻഫോർമേഷൻ കീവേഡ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ
ടൈപ്പ് ചെയ്യുന്ന കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്ന കുറെ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴത്തേക്ക് പോകുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസുകളുള്ള കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ ഒരു കീവേഡ് അടിക്കുന്ന ഒരാളുടെ, ടൈപ്പ് ചെയ്യുന്ന ഒരാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള കീവേഡാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻഫോർമേഷൻ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇൻഫർമേഷൻ കീവേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞാൽ സെർച്ച് വോളിയം കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയതായി വരുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സെർച്ച് വോളിയം കൂടുതലായിരിക്കും. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോകത്ത് എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ എന്ത് ചെയ്യും, വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഏർലി സ്റ്റേജ് ഓഫ് യൂസർ ജേർണി. ഒരു യൂസർ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കണം. അതിനുശേഷമാണ് ഞാൻ അടുത്ത് എന്ത് ചെയ്യേണ്ടത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാന്ന് നോക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, പഠിച്ചു കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലായി മാറും. അപ്പോൾ എന്റെ യൂസർ ജേർണിയിൽ ഫസ്റ്റ് കീവേഡ് ആണെന്ന് ഇൻഫർമേഷൻ കീവേഡ്. ഓക്കെ. പിന്നെ ഇൻഫർമേഷൻ കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ ബ്ലോഗ് കണ്ടന്റ്, എഡ്യൂക്കേഷണൽ കണ്ടന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ കീവേഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്, വാട്ട് ഈസ് SEO, ഹൗ ടു പ്രിപ്പയർ ഫോർ IELTS, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇൻഫർമേഷൻ കീവേഡ്സ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കീവേഡ്സ് പറഞ്ഞാൽ നാവിഗേഷണൽ കീവേഡ്സ് ആണ്. നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ആയ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയ ഒരു വെബ്സൈറ്റിലോ ഒരു പ്ലാറ്റ്ഫോമിലേക്കോ നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ്സിന് നാവിഗേഷണൽ കീവേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് ഓൾറെഡി അറിയാം, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് ലോഗിൻ എനിക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ യൂട്യൂബ് ഹോം പേജ്, അല്ലെങ്കിൽ ആമസോൺ ആപ്പ്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഓഫർ, ഇങ്ങനെ ഇത്തരം വരുന്ന കീവേഡ്സുകളെയാണ് നാവിഗേഷൻ കീവേഡ് എന്ന് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്രാൻഡ് അവയർനെസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഹൈ ഇന്റന്റ് ആണ്. കാരണം ആൾക്കാർ ആ കീവേഡ് എന്തുകൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിലേക്കോ പെർട്ടിക്കുലർ വെബ്സൈറ്റിലേക്കോ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റൻഷൻ കൂടുതലായിരിക്കും. ഓക്കെ. അത് കൂടുതൽ വരുന്നത് ഈ ബ്രാൻഡഡ് സെർച്ചസിലാണ് ഈ നാവിഗേഷണൽ കീവേഡ്സുകൾ വരുന്നത്. ഓക്കെ. ഇനി തേർഡ് ടൈപ്പ് ഓഫ് കീവേഡ് എന്ന് പറയുന്നതാണ് കൊമേഴ്ഷ്യൽ കീവേഡ്സ്. കൊമേഴ്ഷ്യൽ കീവേഡ്സുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ്സുകളെ കൊണ്ടുവരുന്ന കീവേഡ്സുകൾ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു യൂസർ റിസർച്ചിങ് അല്ലെങ്കിൽ കമ്പയറിങ്, ഇവാലുവേറ്റിംഗ് ഓപ്ഷൻ, ഈ ഒരു സ്റ്റേജിൽ, അതായത് ഒരു ബെറ്റർ ആയ ഒരു റിസൾട്ട് അല്ലെ ബെറ്റർ ആയ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കീവേഡ് കൊമേഴ്ഷ്യൽ കീവേഡ്സ്. ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്ന് പറയുന്നത് ഒരു ആൾ ടൈപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും, അയാൾക്ക് ഏറ്റവും നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടേക്ക് അയാൾ നോക്കുന്നുണ്ടാവും. ആ റിസൾട്ട് വെച്ചിട്ട് ആൾ എന്ത് ചെയ്യും, ഓരോ വെബ്സൈറ്റിലൂടെയും കടന്നു പോയിട്ട് അതിൽ ആൾക്ക് സാറ്റിസ്ഫൈ ആയി ഒരു റിസൾട്ട് തരുന്ന വെബ്സൈറ്റ് ഏതാണോ, അല്ലെങ്കിൽ ആൾക്കൊരു വെബ്സൈറ്റിന്റെ ആ കൊടുത്തിരിക്കുന്ന കണ്ടന്റുകളൊക്കെ വായിച്ചു നോക്കി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊള്ളാമെന്ന് തോന്നുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ആൾ എന്ത് ചെയ്യുക, കോഴ്സിന് വേണ്ടി റെഫർ ചെയ്യുക. അപ്പൊ അത്തരം ജേണിയിലെ നമ്മൾ ആൾക്കാർ റിസർച്ചിങ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഏതാണ് കണ്ടുപിടിക്കുക, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കീവേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ ബെസ്റ്റ്, ഏതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ കമ്പയറിംഗ് ഓപ്ഷൻ ബിഫോർ ബൈ, ഒരു സാധനം വാങ്ങുന്ന മുമ്പിലേ നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാനും ഇത്തരം കൊമേഴ്ഷ്യൽ കീവേഡ്സ് കൊണ്ട് സഹായിക്കും. ഓക്കെ. ഇനി ഇത്തരം കീവേഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മിഡ് ടു ഹൈ ബൈയിങ് ഇന്റന്റ്. ചില കീവേഡ്സുകൾക്ക് മിഡ് ആയിരിക്കും ബൈ ഇന്റന്റ്, ചിലതിന് ഹൈ ആയിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ യൂസേഴ്സ് ആർ ക്ലോസ് ടു ടേക്കിംഗ് ആക്ഷൻ, അതായത് ആൾക്കാർ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അടുത്തെത്തുന്ന ഒരു തരം കീവേഡ്സുകളാണ് ഈ കൊമേഴ്ഷ്യൽ കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസ് ഓറിയന്റഡ് ആയ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പൊ IELTS ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ റിസൾട്ട് വരുന്ന വെബ്സൈറ്റുകൾ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഈ കൊമേഴ്ഷ്യൽ കീവേഡ്സ് കൊണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് കീവേഡ്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ കീവേഡ്സ് ആണ്. ട്രാൻസാക്ഷണൽ കീവേഡ് എന്ന് പറഞ്ഞാൽ ഓരോ യൂസറും ഒരു സാധനം വാങ്ങാൻ റെഡിയായി, ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം വാങ്ങുക എന്നാണ്. അതായത് റെഡി ടു ടേക്ക് ആക്ഷൻ. ഇത്തരം സ്റ്റേജിൽ വരുന്ന കീവേഡ്സുകളെ നമ്മൾ ട്രാൻസാക്ഷണൽ കീവേഡ്സ് എന്ന് പറയും.
ഉദാഹരണത്തിന് നമ്മളിപ്പം ഒന്നെങ്കിലും ഒരു സാധനം വാങ്ങാം, ബൈ ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻ, സൈൻ അപ്പ്, ബുക്ക്, ഡൗൺലോഡ്, ഇത്തരം വേർഡുകൾ കമ്പൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അധികം വരുന്നത് ട്രാൻസാക്ഷൻ കീവേഡ്സ് ആണ്. ഉദാഹരണത്തിന് ബൈ ഷർട്ട് ഓൺലൈൻ, അല്ലെങ്കിൽ ജോയിൻ IELTS കോച്ചിങ് ഇൻ കൊച്ചി, അല്ലെങ്കിൽ ബൈ SEO കോഴ്സ് ഓൺലൈൻ, അല്ലെങ്കിൽ ബുക്ക് IELTS ഓൺലൈൻ, ഇത്തരം കാര്യം, അല്ലെങ്കിൽ ബൈ മൊബൈൽ അണ്ടർ 15,000, അങ്ങനെ വരുന്ന കീവേഡ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാൻസാക്ഷനിൽ എന്ന് പറഞ്ഞ കീവേഡ്, അതായത് റെഡി ടു ആക്ഷൻ ആണ്. ആളൊരു സാധനം വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സാധനം വാങ്ങുക. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം കൺവേർഷൻ പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ ഈ ആക്ഷൻ വേർഡ്സുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബൈ, ജോയിൻ, ബുക്ക്, ഓർഡർ, ഡൗൺലോഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സുകളാണ്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും അത്തരം കീവേഡുകൾ ഉണ്ടാവുക. നമുക്ക് ഈ ലാൻഡിംഗ് പേജ്, സെയിൽസ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ട്രാൻസാക്ഷണൽ കീവേഡ്സുകൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഈ SEOയിൽ നമ്മൾ SEO വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കീവേഡ്സുകൾ സെലക്ട് ചെയ്യാം. അപ്പൊ കീവേഡ്സുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഏത് ടൈപ്പ് കീവേഡ് ആണെന്ന് നമുക്ക് ധാരണ വേണം. നമ്മളിപ്പോ ഒരു കൊമേഴ്ഷ്യൽ വെബ്സൈറ്റിന് എടുക്കുമ്പോൾ ഏത് തരം കീവേഡ് എടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിന് ഏത് തരം കീവേഡ് എടുക്കണം, അങ്ങനെ ഒരു ധാരണ നമ്മൾക്ക് വേണം. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് കീവേഡ്സ് നമുക്ക് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കീവേഡ് റിസർച്ച് പ്രോപ്പറായിട്ട് വേണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇനി എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. താങ്ക് യു.